കളിപ്പിക്കാനേ ഒരു ചുമ്മാ അതൊരു ബജിയ പോലെ ഉണ്ടാക്കാം. ഇത് കടലമാവ്, ഉരുളൻകിഴങ്ങ് വളരെ ചെറുതായിട്ട് പിച്ചാത്തി കൊണ്ട് ഞാൻ തൊലി കളഞ്ഞ് വെച്ച് ഇങ്ങനെ നൈസായിട്ട് അപ്പോൾ ഈ കടലമാവിലോട്ട് എന്തൊക്കെയാണ് നമുക്ക് ചേർക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞ് ലേശം ഗരം മസാല ഇടാം. എരിവില്ലാത്ത മുളക് പൊടി ഇട്ടാൽ മതി, കുഞ്ഞുങ്ങൾ കഴിക്കുന്ന പരുവത്തിന് പാകത്തിനുള്ള ഉപ്പ് വളരെ ശ്രദ്ധിച്ച്, കാരണം ഉള്ളിയിലും കിഴങ്ങയിലും നന്നായിട്ട് പിടിച്ചു വരണ്ടായോ. അപ്പം ആ പരുവത്തിനെ വെള്ളം ഒഴിച്ച് അതിനെ ഒരു ഗ്രേവി പരുവോ ആക്കാവൂ. നല്ലതാണ്. കൊച്ചു പിള്ളേരൊക്കെ എരിയൊന്നും ഇല്ലാതൊക്കെ തിന്നോളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ പള്ളിക്കുട്ടി എന്നൊക്കെ വരുമ്പോൾ. അപ്പം നമ്മൾ ചീനിച്ചട്ടി അങ്ങോട്ട് വെച്ചു. ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞപ്പം എണ്ണ ഒഴിക്കുക. ആയിട്ടുണ്ട്. അപ്പം ആ എണ്ണയിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങൾ നമ്മൾ കടലമാവിലേക്ക് മുക്കിയിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇടുക. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കൊച്ചുങ്ങൾക്ക് സ്വയമേ ഈ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയൊക്കെ വലിയ ഇഷ്ടമില്ലേ കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഇങ്ങനെ കൂടെ കൊടുത്താൽ ഇത് നല്ലതാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ അരപ്പും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. കൊടുക്കാൻ നല്ല ഒരു ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതവർക്ക് കൊടുത്താൽ അവർ കഴിച്ചോളും. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് ആയി കഴിഞ്ഞു. ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ലപോലെ ആയി വരും. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, നല്ല പൊള്ളി വരും, പൂരി പോലെ. ഉണ്ടോ? പിച്ചാത്തിക്ക് തന്നെ നമ്മൾ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പം ഞാനിത് കോരിയെടുക്കുക. വേണ്ടത് നല്ലപോലെ മൂത്തെല്ലാം വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമില്ല. ഗുജറാത്തികൾ ഇതിനെ പറയും ബട്ടാക്കയ്ക്ക് ബജിയ എന്ന് പറയും. ബട്ടാക്ക എന്ന് വെച്ചാൽ ഉരുളൻകിഴങ്ങെന്നാണ് കേട്ടോ. ബജിയ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ്, ഒരു ശകലം മാവ് എന്തായാലും വരും നമുക്ക് ഇതിൻ്റെ ബാറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ശകലം ഉപ്പ് ഇങ്ങനെ എടുത്ത് ഒരു പച്ചമുളക് തണ്ടോടുകൂടി നിർത്തി ഈ ഉപ്പ് ഇങ്ങനെ തേച്ചുകൊണ്ട് ഇങ്ങനെ ഈ മുളകെ തേക്കുമ്പോൾ അതങ്ങ് പിടിച്ചോളും. എന്നിട്ട് ഈ മുളക് നമ്മൾ ഈ ബാറ്ററിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് മുക്കുക. നമ്മുടെ മുളക് ബജിയെ നമ്മൾ മേടിക്കത്തില്ലേ കടയിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് അതിനെ നന്നായിട്ട് അതിനകത്തോട്ട് മുക്കിയെടുത്തിട്ട് ഈ തണ്ടോടുകൂടി തന്നെ ഇതിനെ നമ്മൾ എണ്ണയിലോട്ടിടുക. മുളക് ശരിയായ ഒരു വശം, ഇനി അടുത്ത വശം ഇല്ലല്ലോ. ഉപ്പ് പുരട്ടിക്കൊണ്ട് നമുക്കിങ്ങനെ മുളക് ബജി പോലെ ഉണ്ടാക്കാം. സൂപ്പറാണ്. എരിവ് കുറവാവണമെന്നേ ഉള്ളൂ, എന്നാലേ നമുക്ക് അത്ര രസമായിട്ട് സുഖിച്ച് കഴിക്കാനൊക്കത്തുള്ളൂ.